Hi children, welcome to science class. Let us continue the chapter Wind, Storms and Cyclones. Wind, Storms and Cyclones. Today we are going to discuss thunderstorm and cyclones. Thunderstorm develop in hot, humid tropical areas like India very frequently. The rising temperature produce strong upward rising winds. These winds carry water droplets upward. Thunderstorm എവിടെ ഉണ്ടാകുന്നത് ഹോട്ട് ഹ്യൂമിഡ് ട്രോപ്പിക്കൽ ഏരിയാസ് ഇന്ത്യയിൽ അതുപോലെയുള്ള ട്രോപ്പിക്കൽ ഏരിയാസ് ആയിട്ടുള്ള ഇന്ത്യ അതുപോലെയുള്ള പ്ലേസസിലേക്കാണ് കൺട്രീസിലേക്കാണ് thunderstorm frequent ആയിട്ട് ഉണ്ടാവാറ്. The rising temperature produce strong upward rising wind. Temperature കൂടുന്ന സമയത്ത് they produce strong upward rising wind. Wind ഉണ്ടാവുന്നുണ്ട്. These winds carry water droplets upward. ഈ wind എന്താകും അതിനോടൊപ്പം തന്നെ water dropletsനെയും upward direction atmosphereലേക്ക് move ചെയ്യിക്കും. Where they freeze and fall down again. അവിടെ വെച്ചിട്ട് അത് freeze ചെയ്തിട്ട് എന്താണ് വീണ്ടും earthലേക്ക് തന്നെ പതിക്കും. The swift movement of the falling water droplets along with the rising air create lightning and sound. ഈ അറ്റ്മോസ്ഫിയറിൽ എത്തിയ ഫ്രീസ് ചെയ്തു അവിടെ വെച്ച് ഫ്രീസ് ചെയ്തു അതിനുശേഷം വീണ്ടും അത് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് എർത്തിലേക്ക് തന്നെ പതിക്കുകയാണ് ചെയ്യുന്നത്. ആ മൂവ്മെന്റ് അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? They carry rising air that create lightning and sound. അങ്ങനെ എർത്തിലേക്ക് എത്തുന്ന സമയത്ത് അതിന്റെ കൂടെ എയർ ഉണ്ടായിരിക്കും. ആ എയർ ലൈറ്റ്നിങ്ങും സൗണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. That is called thunderstorm. Okay. If a storm is accompanied by lightning, we must take the following precautions. Lightning ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ precautions എടുക്കണം? Do not take shelter under an isolated tree. If you are in a forest, take shelter under a small tree. Do not lie on the ground. നമ്മൾ ഐസൊലേറ്റഡ് ട്രീ ഒറ്റയ്ക്ക് നിൽക്കുന്ന മരത്തിന്റെ ചുവട്ടിൽ നിൽക്കരുത്. ഫോറസ്റ്റിലാണെങ്കിൽ എന്താണ് ടേക്ക് ഷെൽട്ടർ അണ്ടർ എ സ്മോൾ ട്രീ. ചെറിയ മരത്തിന്റെ ചുവട്ടിലെ നിൽക്കാൻ പാടുള്ളൂ. ഡു നോട്ട് ലൈ ഓൺ ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിലൊന്നും കിടക്കരുത്. Second, do not take shelter under an umbrella with a metallic edge. ഒരു മെറ്റാലിക് പിടിയുള്ള അംബ്രല്ലേന്റെ ചുവട്ടിൽ നിൽക്കരുത്. ഷെൽട്ടർ എടുക്കരുത്. അംബ്രല്ല പിടിച്ച് നിൽക്കരുത്. Do not sit near a window. Open garages, storage sheds, metal sheds are not safe places to take shelter. വിൻഡോന്റെ അടുത്തിരിക്കരുത്. ഓപ്പൺ ഗാരേജസിൽ ഇരിക്കരുത്. മെറ്റൽ ഷെഡിലൊന്നും ഇരിക്കരുത്. A car or a bus is a safe place to take shelter. കാർ ബസ് ഒന്നും കുഴപ്പമില്ല. അതൊക്കെ സേഫ് പ്ലേസ് ആണ്. If you are in a water, get out and go inside a building. വാട്ടറിലാണെങ്കിൽ നിങ്ങൾ അതിലിരിക്കരുത്. അവിടുന്ന് വാട്ടറിന്റെ അകത്തുനിന്ന് മാറി നിൽക്കണം. ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്കൊക്കെ പോകണം. വാട്ടർ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ചാർജ് കാരിയർ ആണ്. So these are the precautions. Next, about structure of a cyclone. The center of a cyclone is calm area that is called eye. സൈക്ലോണിന്റെ സെന്റർ കാം ഏരിയ ആണ്. ആ സെന്റർ പോർഷന് പറയുന്ന പേരാണ് ഐ. A large cyclone is violent. Large cyclone violent ആണ്. അതിന്റെ ഹൈറ്റ് എത്രയാണ്? 10 to 15 കിലോമീറ്റർ ഹൈറ്റ് വരെ അത് പോകും. The diameter of the eye varies from 10 to 30 kilometer. ഇതിന്റെ ഡയോമീറ്റർ വിഡ്ത്ത് എത്രയാണ്? ഹൈറ്റ് 10 to 15 kilometer and width 10 to 30 kilometer ആണ്. It is a region free of clouds and has light winds. ഈ ഐ പോർഷനില് അവിടെ എന്താണ് ഫ്രീ ഓഫ് ക്ലൗഡ്സ് ആണ്. ക്ലൗഡ്സ് ഉണ്ടായിരിക്കില്ല. അതുപോലെ വിൻഡിന്റെ സ്പീഡ് സ്ട്രോങ് വിൻഡ് അല്ല, ലൈറ്റ് വിൻഡ് ആണ് അവിടെ ഉള്ളത്. Around this calm and clear eye, there is cloud region of about 150 kilometer in size. ഈ ഐ പോർഷന്റെ സറൗണ്ടിങ്സിൽ ക്ലൗഡ് റീജിയൻ ആണ്. 150 കിലോമീറ്ററോളം പോർഷനിൽ ക്ലൗഡ് റീജിയൻ ആണ്. In this region there are high speed winds. അവിടെ നല്ല സ്പീഡ് വിൻഡ് ഉണ്ടായിരിക്കും. എത്ര സ്പീഡാണ് വരുന്നത്? 150 to 250 കിലോമീറ്റർ പെർ ഹവർ. അത് മാത്രമല്ല thick clouds ഉണ്ടായിരിക്കും. ഹെവി റെയിനും ഉണ്ടായിരിക്കും ഈ വിൻഡ് അടിക്കുന്ന സമയത്ത്. Away from this region, the wind speed gradually decreases. The formation of a cyclone is very complex process. Before cloud formation, water takes up heat from the atmosphere to change into vapor. ഈ വാട്ടർ വേപ്പർ ആവുന്നത് എങ്ങനെയാണ്? അറ്റ്മോസ്ഫിയറിലേക്ക് എന്നുള്ള ഹീറ്റ് ഉപയോഗിച്ചിട്ടാണ് വാട്ടർ വേപ്പർ ആയിട്ട് ചേഞ്ച് ചെയ്യുന്നത്. When water vapor changes back to liquid form as raindrops, this heat is released to the atmosphere. ഈ വാട്ടർ വേപ്പർ ലിക്വിഡ് ഫോമിലേക്ക് തന്നെ ചേഞ്ച് ചെയ്യണമെങ്കിൽ മാറണമെങ്കിൽ എന്ത് സംഭവിക്കും? ഈ അബ്സോർബ് ചെയ്ത ഹീറ്റിനെ അറ്റ്മോസ്ഫിയറിലേക്ക് തന്നെ റിലീസ് ചെയ്യും. The heat released to the atmosphere warms the air around.
അപ്പൊ എന്താ സംഭവിക്കുക, അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യുന്ന സമയത്ത് ആ എയർ അതിന്റെ സറൗണ്ടിങ്സിലുള്ള എയറിനെ വാം ചെയ്യിക്കും. ദ എയർ ടെൻസ് ടു വാം ആയി കഴിഞ്ഞാൽ ദാറ്റ് എയർ റൈസ് അപ്പ്. വാം എയറിന് ഡെൻസിറ്റി കുറവാണ്, അതെന്താ സംഭവിക്കുക, അത് റൈസ് അപ്പ്, അത് ഉയരും. ആ സമയത്ത് അവിടെ എന്താണ്, പ്രഷർ, ലോ പ്രഷർ ആണ് അവിടെ വരുന്നത്. ആ സമയത്ത് മോർ എയർ റഷസ് ടു ദ സെന്റർ ഓഫ് ദ സ്റ്റോം. ആ സമയത്ത് അതിന്റെ സറൗണ്ടിങ്സിലുള്ള കോൾഡർ റീജിയനിലുള്ള എയർ എന്ത് ചെയ്യും, റഷസ് ടു ദ സെന്റർ ഓഫ് ദ സ്റ്റോം, വാം എയർ റൈസൺ ചെയ്ത സ്ഥലത്തേക്ക് വരും. ആ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യും. അപ്പൊ വാം എയർ റൈസ് ആയി കഴിഞ്ഞു, അപ്പോൾ കോൾഡ് റീജിയൻ എന്നുള്ള എയർ സെന്റർ പോർഷനിലേക്ക് വരും. അപ്പൊ അവിടെ ഒരു വിൻഡ് ആവും. ആ വിൻഡ് എന്താവും, വിൻഡ് സ്റ്റോം ആയിട്ട് ചേഞ്ച് ചെയ്യും. ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ലോ പ്രഷർ ആണ് അവിടെ വരുന്നത്. അപ്പൊ വിൻഡ് ഉണ്ടാവും, വിൻഡ് സ്റ്റോം ആയിട്ട് ചേഞ്ച് ചെയ്യും. The chain of events end with the formation of very low pressure system with very high speed winds revolving around it. It is this weather condition that we call cyclone. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് cyclone. Which are the factors that affect cyclone? Wind speed, wind direction, temperature and humidity. Wind speed, wind direction, temperature, humidity. This contribute to the development of cyclone. Next, destruction caused by cyclone. Destruction. എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കുന്നത്? Cyclone can be very destructive. Strong wind push water towards the shore even if the storm is hundreds of kilometers away. Strong wind ഉണ്ടാകുന്ന സമയത്ത് that pushes water towards the shore. സീലൊക്കെയുള്ള വാട്ടറിനെ അതിന്റെ തീരത്തേക്ക് പുഷ് ചെയ്യും. These are the first indication of an approaching cyclone. Cyclone ഉണ്ടാവുന്നതിന്റെ first symptom ആണത്. The water waves produced by the wind are so powerful. ആ water waves എന്താണ്, ഭയങ്കര പവർഫുൾ ആണ്. The low pressure in the eye lifts water surface in the center. ഈ low pressure, ഈ സൈക്ലോണിന്റെ സെന്ററിൽ ലോ പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ ഉള്ള വാട്ടർ സർഫസ്, സെന്ററിലുള്ള വാട്ടർ സർഫസിനെ വാട്ടറിന് അത് ലിഫ്റ്റ് ചെയ്യും. ആ ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എത്ര ഹൈറ്റ് വരെ പോകും? That water may be as high 3 to 12 meters. 3 to 12 meters height വരെ പോകുന്നുണ്ട്. That appear like water wall. വാട്ടർ വാൾ പോലെ നല്ല ഹൈറ്റിൽ പോകുന്നുണ്ട്. ആസ് എ റിസൾട്ട്, അതിന്റെ റിസൾട്ട് ആയിട്ട് എന്താ സംഭവിക്കുന്നത്? സീ വാട്ടർ എൻഡേഴ്സ് ലോ ലൈൻ കോസ്റ്റൽ ഏരിയാസ്. ലോ ലൈൻ, അതായത് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് സീ വാട്ടർ, വെള്ളം കയറും. കോസിങ് സിവിയർ ലോസ് ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. അപ്പൊ ആൾക്കാരുടെ ലൈഫും അതുപോലെ പ്രോപ്പർട്ടീസ് ഒക്കെ നഷ്ടപ്പെടും. ഇറ്റ് ഓൾസോ റെഡ്യൂസസ് ദ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ. മണ്ണിന്റെ ഫെർട്ടിലിറ്റി വരെ നഷ്ടപ്പെടുന്നുണ്ട്. കണ്ടിന്യൂസ് ഹെവി റെയിൻഫോൾ മേ ഫർദർ വേഴ്സൺ ദ ഫ്ലഡ് സിറ്റുവേഷൻ. കണ്ടിന്യൂസ് ആയിട്ട് റെയിൻഫോൾ വന്നാൽ എന്താ സംഭവിക്കുക? ദാറ്റ് ലീഡ്സ് ടു ഫ്ലഡ് സിറ്റുവേഷൻ. ഹൈ സ്പീഡ് വിൻഡ്സ് അക്കമ്പനിങ് സൈക്ലോൺ ക്യാൻ ഡാമേജ് ഹൗസസ്. എന്തിനൊക്കെ ഡാമേജ് ഉണ്ടാക്കാം? ഹൗസസ്, ടെലിഫോൺസ് ആൻഡ് അതർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്, ട്രീസ് എക്സെട്ര, കോസിംഗ് ട്രമെൻഡസ് ലോസ് ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. നെക്സ്റ്റ്, സൈക്ലോൺ ഈസ് നോൺ ബൈ ഡിഫറെന്റ് നെയിംസ്. ഓരോ വേൾഡിന്റെ ഓരോ പ്ലേസിൽ ഓരോ നെയിമിലാണ് സൈക്ലോൺ അറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് കോൾഡ് എ ഹ്യൂറിക്കെയിൻ ഇൻ ദ അമേരിക്കൻ കോണ്ടിനെന്റ്. അമേരിക്കയിലെ ഹ്യൂറിക്കെയിൻ എന്നാണ് പറയുന്നത്. ഇൻ ഫിലിപ്പൈൻസ് ആൻഡ് ജപ്പാൻ ഇറ്റ് ഈസ് കോൾഡ് ടൈഫൂൺ. Next, about tornado. In our country, they are not very frequent. A tornado is a dark funnel-shaped cloud that reaches from the sky to the ground. നമ്മളെ ഇന്ത്യയിലൊന്നും ടോർണാഡോ അങ്ങനെ ഉണ്ടാവുന്നില്ല. ടോർണാഡോ എന്ന് പറയുന്നത് എന്താണ്? ഡാർക്ക് ഫണൽ ഷേപ്ഡ് ക്ലൗഡ് ആണ്. ദാറ്റ് റീച്ചസ് ഫ്രം സ്കൈയിൽ നിന്നാണ് അത് വരുന്നത്. മോസ്റ്റ് ഓഫ് ദ ടോർണാഡോ ആർ വീക്ക്. പക്ഷെ വയലന്റ് ആയിട്ടുള്ള ടോർണാഡോ ഉണ്ട്. ദാറ്റ് ക്യാൻ ട്രാവൽ അറ്റ് എ സ്പീഡ് ഓഫ് 300 km/h. The whole coastline of India is vulnerable to cyclone, particularly the east coast. അപ്പൊ ഈസ്റ്റ് കോസ്റ്റ് പൊസിഷൻ റീജിയൻസിലാണ് എന്താണ് സൈക്ലോൺസ് ഉണ്ടാകും. ഈസ്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒറീസ, ആന്ധ്രാപ്രദേശ് അതുപോലെയുള്ള റീജിയൻസിൽ സൈക്ലോൺസ് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. വെസ്റ്റ് കോസ്റ്റ് റീജിയൻസിൽ സൈക്ലോൺസ് ഉണ്ടാവാറില്ല. ഓക്കെ, ടോർണാഡോ വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് നിൽക്കേണ്ടതെന്നുള്ളത്. ദ ഡയമീറ്റർ ഓഫ് എ ടോർണാഡോ ക്യാൻ ബി ആസ് സ്മോൾ ആസ് മീറ്റർ ആൻഡ് ആസ് ലാർജ് ആസ് കിലോമീറ്റർ ഓർ ഈവൻ വൈഡർ. ടോർണാഡോന്റെ ഡയമീറ്റർ കുറവാണ്, അതായത് അധികം വിസ്താരമില്ല. The funnel of a tornado sucks dust, debris and everything near it at the base and throws them out near the top. ഈ ടൊർണാഡോ ഉണ്ടാവുന്ന സമയത്ത് അത് എന്താണോ ബേസിൽ കിടക്കും, താഴെ കിടക്കുന്ന എല്ലാത്തിനെയും അതെന്താക്കും? അപ്പൊ ആ സ്ട്രോങ് വിൻഡിൽ അപ്പൊ അത് പറത്തി മുകളിലേക്ക് എവിടെയെങ്കിലൊക്കെ ഉയർത്തിയെത്തിയിട്ട് എവിടേക്കെങ്കിലൊക്കെയാണ് അത് എത്തിക്കുന്നത്. അപ്പോൾ ഈ ടോർണാഡോയിലുള്ള ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. I saw the cloud coming and tried to take shelter inside, but as soon as I reached for the dark knob, the house took off. I reached for the dark knob.
The house took off into the sky. I was not heard at all. ഒരു ക്ലൗഡ് ഉണ്ടാകും ഇതുപോലെ ഈ ടോർണാഡോ വരുന്ന സമയത്ത് ഷെൽട്ടർ എടുക്കാൻ വേണ്ടിയിട്ട് ഓടി വീട്ടിലേക്ക് വരികയാണ്. ആ സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഡോറിന്റെ അവിടെ എത്തിയ സമയത്ത് തന്നെ ഹൗസ് പറന്നുപോയി. അത്രയും സ്ട്രോങ് ആണ്. After the storm, we had to clean the debris from the wheat field. We picked up splintered boards and tree branches as well as dead chickens with their feathers blown off, and rabbits looked like they had been skinned. അപ്പൊ ഇതിന്റെ റിസൾട്ട് ആയിട്ട് എന്താ വരിക? ഈ ആനിമൽസിന്റെ ഒക്കെ ഇപ്പൊ ചിക്കൻസ് ഒക്കെ ആണെങ്കിൽ ഡെഡ് ചിക്കൻസ് അതിന്റെ ഒക്കെ വേസ്റ്റുകൾ ഉണ്ടാവും, അതൊക്കെ റിമൂവ് ചെയ്യേണ്ട ഓരോ കാര്യങ്ങൾ ഉണ്ടാവും. A tornado shelter is a room situated deep inside or underground having no windows. No, otherwise it is better to shut windows and take shelter under is a table, workbench where debris cannot reach. അപ്പൊ ഈ ടോർണാഡോ വരുന്ന സമയത്ത് എന്താ സംഭവിക്കേണ്ടത്? നമ്മളെപ്പോഴും ഒരു ടേബിളിന്റെ ബെഞ്ചിന്റെ ഇടയിലൊക്കെ ഷെൽട്ടർ എടുക്കുന്നത് ബെറ്റർ ആണ്. One has to bow down on knees, protecting head and neck using arms. ഈ ഒരു പോസ്റ്ററിൽ നമ്മൾ ഇരുന്നാൽ നമുക്ക് അതും ഒരു സേഫ് ആണ് എന്നുള്ളത്. എന്താണ്? മുട്ട് മടക്കി വെച്ചിട്ട് വളച്ചു വെച്ചിട്ട് ഈ പൊസിഷനിൽ കൈ അതുപോലെ തന്നെ ഹെഡൊക്കെ ഇങ്ങനെ വെച്ച് ഹാൻഡും ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഈ ഒരു പൊസിഷനിൽ ഇരിക്കുന്നത് നമുക്ക് സേഫ് ആണ്. ഓക്കെ. ഇഫക്റ്റീവ് സേഫ്റ്റി മെഷേഴ്സ്, സൈക്ലോൺ ഫോർകാസ്റ്റ് ആൻഡ് വാർണിംഗ് സർവീസ്. സൈക്ലോൺ ഇപ്പൊ നമുക്കറിയാം സൈക്ലോൺ ആദ്യം മുന്നറിയിപ്പ് തരുന്ന ഒരു വാർണിംഗ് സർവീസ് ഒക്കെ ഉണ്ട്. റാപ്പിഡ് കമ്മ്യൂണിക്കേഷൻ ഓഫ് വാർണിംഗ്സ് ടു ദ ഗവൺമെന്റ് ഏജൻസീസ്, ദ പോർട്സ്, ഫിഷർമാൻ ഷിപ്സ് ആൻഡ് ടു ദ ജനറൽ പബ്ലിക്. ഇപ്പം ആദ്യത്തെ പോലെയല്ല, എന്തെങ്കിലും മുന്നറിയിപ്പ് തരാൻ വേണ്ടി ഗവൺമെന്റ് ഏജൻസീസിനെ അറിയിക്കും, ഫിഷർമാന് ഷിപ്സിലൊക്കെ ഉള്ളവരെ ജനറൽ പബ്ലിക്കിനൊക്കെ ഇത് വരുന്നുണ്ടെന്നുള്ള അറിയിപ്പുകൾ ഉണ്ടാവുന്നുണ്ട്. കൺസ്ട്രക്ഷൻ ഓഫ് cyclone shelters in the cyclone prone areas and administrative arrangements for moving people fast to safer places. അത് മാത്രമല്ല കൺസ്ട്രക്ഷൻ ഓഫ് സൈക്ലോൺ ഷെൽട്ടർ, ഇപ്പൊ സൈക്ലോൺ എഫക്ട് ചെയ്യുന്ന ഏരിയയിലുള്ള ആളുകൾക്ക് വേണ്ടി സൈക്ലോൺ ഷെൽട്ടേഴ്സ്, അപ്പൊ അവരെ പെട്ടെന്ന് മാറ്റി പറപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ സേഫർ പ്ലേസിലേക്ക് മാറ്റി പറപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ സൈക്ലോൺ ഷെൽട്ടറുകളൊക്കെ ഗവൺമെന്റ് ഇപ്പൊ ചെയ്യുന്നുണ്ട്. This is anemometer. Anemometer, what is anemometer? The instrument that measures the wind speed is called anemometer. ഒരു വിൻഡ് സ്പീഡ്, വിൻഡിന്റെ സ്പീഡ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റിനെ പറയുന്ന പേരാണ് anemometer. Anemometer. Okay. Action on the part of the people. ഇനിയിപ്പോ ഈ സൈക്ലോൺ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ആക്ഷൻസ് ആണുള്ളത്? We should not ignore the warnings issued by the meteorological department through TV, radio or newspaper. Meteorological department പറയുന്ന warnings ഒന്നും നമ്മൾ തള്ളിക്കളയരുത്. We should make necessary arrangements to shift the essential household goods, domestic animals and vehicles etc. to safer places. നമുക്ക് അഥവാ നമ്മുടെ ഏരിയയിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളും ഡൊമസ്റ്റിക് ആനിമൽസിനെ വെഹിക്കിൾസിനെയൊക്കെ സേഫർ പ്ലേസിലേക്ക് നമ്മൾ മാറ്റണം. Avoid driving on roads through standing water as floods may have damaged the roads. അപ്പൊ എന്താണ്? ഇങ്ങനത്തെ സമയത്ത് റോഡിലൂടെ ഒന്നും വാഹനങ്ങള് ഡ്രൈവ് ചെയ്യരുത്, കാരണം ഫ്ലഡിന്റെ റിസൾട്ട് ആയിട്ട് റോഡൊക്കെ ഡാമേജ് ആയിട്ടുണ്ടാവാം, അത് അപകടം ഉണ്ടാക്കും. കീപ് റെഡി ദ ഫോൺ നമ്പേഴ്സ് ഓഫ് ഓൾ എമർജൻസി സർവീസസ് ലൈക്ക് പോലീസ്, ഫയർ ബ്രിഗേഡ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്. എല്ലാ എമർജൻസി സർവീസസിന്റെ നമ്പർ നമ്മൾ കറക്റ്റ് ചെയ്ത് വെക്കണം. പോലീസ്, ഫയർഫോഴ്സ്, അതുപോലെ മെഡിക്കൽ സെന്റേഴ്സ് ഒക്കെ. Some other precautions if you are staying in a cyclone hit area. സൈക്ലോൺ ബാധിച്ചിട്ടുള്ള ഒരു സ്ഥലത്താണ് നിങ്ങൾ ഉള്ളതെങ്കിൽ what are the precautions you should take? എന്തൊക്കെ കാര്യങ്ങൾ എടുക്കണം? Do not drink water that could be contaminated. അവിടുത്തെ വെള്ളം കുടിക്കരുത്, അത് contaminated means അത് polluted ആയിട്ടുണ്ടാവും. Always store drinking water for emergencies. Second point, do not touch wet switches and fallen power lines. സ്വിച്ചും അതുപോലെ താഴെ വീണ് കിടക്കുന്ന പൊട്ടിക്കിടക്കുന്ന ലൈനൊന്നും തൊടരുത്. Do not go out just for the sake of fun. തമാശയ്ക്കായിട്ട് പോലും പുറത്തേക്കൊന്നും പോകരുത്. Do not pressurize the rescue force by making undue demands. നമ്മൾ സേവ് ചെയ്യാൻ വരുന്ന ആൾക്കാരെ, ഈ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ആൾക്കാരെ ഓരോ ഡിമാൻഡ്സ് വെച്ചിട്ട് അവരുടെ മേലുള്ള പ്രഷർ നമ്മൾ കൊടുക്കരുത്. Cooperate and help your neighbors and friends. മറ്റുള്ള ആളുകൾ ഇപ്പൊ ഒരു എഫക്ട് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അവരായിട്ട് സഹകരിക്കുക, കോപ്പറേറ്റ് ചെയ്യുക, അവരുടെ ഹെൽപ്പ് നിങ്ങൾക്ക് തേടാം, അവരെ ഹെൽപ്പ് നമുക്കും സ്വീകരിക്കാം. ഓക്കെ. ലാസ്റ്റ്, അഡ്വാൻസ്ഡ് ടെക്നോളജി ഹാസ് ഹെൽപ്ഡ്. ഇപ്പൊ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. Cyclone alert or cyclone watch is issued 48 hours in advance of an expected storm and a cyclone warning is issued 24 hours in advance. Advance ആയിട്ട് ആദ്യമേ സൈക്ലോൺ
48 ഹവേഴ്സിന് മുന്നേ തന്നെ നമുക്ക് സൈക്ലോൺ വരും എന്നുള്ള കാര്യം അറിയാൻ 24 ഹവേഴ്സിന് മുന്നേ ആ സൈക്ലോൺ വാർണിംഗ് തരുന്ന അഡ്വാൻസ്ഡ് ടെക്നോളജി ഇപ്പൊ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് കോൾഡ് സൈക്ലോൺ അലേർട്ട് ഓർ സൈക്ലോൺ വാച്ച്. Okay, chapter finished. Study well. Thank you.